നിങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ഇത്ര കൃത്യമായി എങ്ങനെയാണ് ആമസോൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്? ദ സീക്രട്ട് ഇസ് ഡേറ്റ അനലിറ്റിക്സ്. I'll explain it in a simple way. സെയിൽസ് റെക്കോർഡ്സ്, വെബ്സൈറ്റ് വിസിറ്റ്, കസ്റ്റമർ റിവ്യൂസ് ഇതുപോലുള്ള റോ ഡേറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് പാറ്റേൺസ്, ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഡേറ്റ അനലിറ്റിക്സ്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് സോൾവിംഗ് എ മിസ്റ്ററി യൂസിംഗ് നമ്പേഴ്സ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളൊരു കോഫി ഷോപ്പ് ഓണർ ആണെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്, ഏതൊക്കെ സമയത്താണ് കസ്റ്റമേഴ്സ് ഇതെല്ലാം ഓർഡർ ചെയ്തത്, എത്ര രൂപയാണ് അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഈ ഡേറ്റ എല്ലാം വെറുതെ കളക്ട് ചെയ്ത് വെച്ചാൽ നത്തിങ് ഹാപ്പൻസ്. പക്ഷേ നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. 10 മണിക്ക് മുന്നേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുള്ളത് കോഫിയാണ്, അല്ലെങ്കിൽ വീക്കെൻഡിൽ സെയിൽസ് കൂടുതലാണ്. നിങ്ങൾ അവതരിപ്പിച്ച ഒരു കോംബോ ഓഫർ കാരണം കഴിഞ്ഞ മാസം സെയിൽസ് കൂടുതലാണ്. ദാറ്റ്സ് ഹൗ ഡേറ്റ ടേൺസ് ഇൻ ടു ആക്ഷനബിൾ ഇൻസൈറ്റ്സ്. ഒരു ഡേറ്റ അനലിസ്റ്റ് ഇതിനുവേണ്ടി ഫോളോ ചെയ്യുന്നത് 6 സ്റ്റെപ്പുകളാണ്. ഒന്നാമതായി കളക്ടിംഗ് ദ ഡേറ്റ. വെബ്സൈറ്റുകളിൽ നിന്നും, ആപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഫയലുകളിൽ നിന്നും ആവശ്യമുള്ള ഡേറ്റയെ കളക്ട് ചെയ്തെടുക്കുക. രണ്ടാമതായി ക്ലീനിങ് ദ ഡേറ്റ, വിച്ച് മീൻസ് ഫിക്സിംഗ് പ്രോബ്ലംസ്. മൂന്നാമതായി എക്സ്പ്ലോറിംഗ് ദ ഡേറ്റ. വിഷ്വലുകൾ അല്ലെങ്കിൽ സമ്മറി ടേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയുടെ ഷേപ്പ് മനസ്സിലാക്കുക. നാലാമതായി അനലൈസിംഗ് ദ ഡേറ്റ. ഡീപ്പ് അനാലിസിസ് ചെയ്തുകൊണ്ട് ഡേറ്റയിലെ പാറ്റേൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. അഞ്ചാമതായി ഫൈൻഡിങ് ഇൻസൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനൊരു ഉത്തരം കണ്ടുപിടിക്കുക. ഏറ്റവും അവസാനമായി മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, നോട്ട് ഓൺ ഗസ്സസ്. 4 ടൈപ്പിലാണ് ഡേറ്റ അനലിറ്റിക്സ് ഉള്ളത്. ഒന്നാമത്തേത് ഡെസ്ക്രിപ്റ്റീവ് അനാലിസിസ്, വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്. രണ്ടാമത്തേത് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മൂന്നാമതായി പ്രെഡിക്റ്റീവ് അനാലിസിസ്, വാട്ട് വിൽ ഹാപ്പൻ, ഇനി എന്താണ് സംഭവിക്കുക. നാലാമതായി പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ്, വാട്ട് ഷുഡ് വി ഡു അബൌട്ട് ഇറ്റ്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ദി പാസ്റ്റ് ടു ഷേപ്പ് ദ ഫ്യൂച്ചർ. ബിസിനസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇവിടെയെല്ലാം നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് അപ്ലൈ ചെയ്യാം. എവിടെയെല്ലാം ഡേറ്റ ഉണ്ടോ അവിടെയെല്ലാം അതിനെ അനലൈസ് ചെയ്യാനും ബെറ്റർ ഡിസിഷൻ എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. ഫോളോ ഫോർ മോർ ഇൻഫർമേഷൻസ്.